ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? വാമിക ഷിബി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമ്മൾ ഒരു അമ്പലത്തിൽ പോയ വിശേഷങ്ങൾ, നമ്മുടെ കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. നമ്മൾ ഒരുപാട് ദിവസമായിട്ട് ഒരു അമ്പലത്തിൽ പോകാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക കേട്ടോ. അത് വടുവഞ്ചാലില്ല ശിവക്ഷേത്രത്തിലാണ്. കുറേ ദിവസം ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു. ഇന്ന് എന്തായാലും വേണ്ടിയില്ല, ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഞാൻ മീനൊന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. അമ്പലത്തിൻ്റെ ചുറ്റും നടന്ന് തൊഴുത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരമ്മ അവിടെ ഇരുന്നിട്ട് മാല കെട്ടുന്നുണ്ട് കേട്ടോ. വൈകുന്നേരത്തിനുള്ള തുളസി മാലയാണ്. തുളസിയും തെച്ചിപ്പൊക്കെ വെച്ചിട്ട് മാല കെട്ടിയെടുക്കുന്നുണ്ട്. ഞാനും മീനും കൂടെ അത് പോയിട്ട് ഞാൻ നോക്കിയിരുന്നു. മാല കെട്ടുന്നതൊക്കെ നല്ല ഭംഗിയോട് കൂടിയിട്ട് തന്നെ മീൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ മീനൂനും കാണാനായിട്ട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. നമ്മൾ പ്രധാനമായിട്ട് അമ്പലത്തിൽ പോയിട്ടുള്ളത് നമ്മുടെ വണ്ടി ഒന്ന് പൂജിക്കണമായിരുന്നു. ആ അമ്പലത്തിൽ ഈ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വണ്ടി പൂജിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ആഗ്രഹം നടന്നിട്ടുണ്ട് കേട്ടോ. മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോയി വന്നപ്പോൾ. പിന്നെ അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ബത്തേരിയിലേക്ക് പോകണം. അതിനായിട്ട് അമ്പലത്തിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് നമുക്ക് പായസവും അതുപോലെ തന്നെ ചന്ദനം പൂവ് അങ്ങനെയെല്ലാം കിട്ടി. പുഷ്പാഞ്ജലി കഴിച്ച പ്രസാദവും അതുപോലെ തന്നെ അവിടുത്തെ അമ്മ നമുക്ക് വേഗം മീനുവിനെ കണ്ടപ്പോൾ തന്നെ ഒരു കവറിൽ നിറച്ച് പായസമാക്കി തന്നിട്ടുണ്ട്. ഈ ഒരു പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മളിത് ബത്തേരിയിലേക്ക് പോകുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴയും അതുപോലെ തന്നെ ചെറിയ വെയിലും കിട്ടുന്നുണ്ട്. മഴ പെട്ടെന്നാട്ടോ പെയ്യുന്നത്. നല്ല മഴയായിരുന്നു. പക്ഷെ പകുതി എത്തിയപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ബത്തേരി പോകാനുള്ള പ്രധാന കാരണം മീനിനും മിൻറ്റുമാൾ പോകണം കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പറയുന്നുണ്ട് മിൻറ്റുമാൾ പോയിട്ട് ട്രെയിനിൽ കയറണം എന്നുള്ളത്. ഈ ട്രെയിൻ എന്താ അറിയില്ല, അവർക്കൊരു പ്രത്യേക ഇഷ്ടം കേട്ടോ. അതിൽ കയറുമ്പോൾ ഒരു കുറച്ച് നേരം അതിലിങ്ങനെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ മിൻറ്റുമാൾ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രാവിലെ അമ്പലത്തിൽ പോണേം കൊണ്ട് ശരിക്കും അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കുക കേട്ടോ. ചോറും അതുപോലെ തന്നെ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. മീനിന് ചോറ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മീനും കൂടെ ബിരിയാണി കഴിച്ചു. ഏട്ട ചോറും കഴിച്ചു. ചോറിന് ഫിഷ് ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നെത്തോലിയാട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ബിരിയാണി മീനിന് എരിവില്ലാത്ത റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, തൈരും. അപ്പോൾ നമുക്ക് ചിക്കനൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ചെറിയൊരു പീസ് ചിക്കനേ കഴിക്കുന്നുള്ളൂ. പിന്നെ അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മിൻറ്റുമാളിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് അവളെ ആദ്യം തന്നെ നമ്മൾ ട്രെയിനിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ ഒന്നൊരു കുറച്ച് നേരം ആ റൈഡൊക്കെ ഒന്ന് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ കയറണം എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇട്ടിട്ട് വേറൊരു കുട്ടി അതിൽ കയറിയിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അവൾ കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് അതൊക്കെ ഒന്ന് നോക്കിയിരുന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാൽ ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഐസ്ക്രീം ആട്ടോ വേണ്ടത്. അപ്പോൾ അത് ഐസ്ക്രീമും കൂടെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അധികം മഴയൊന്നുമില്ലല്ലോ, തണുപ്പൊന്നുമില്ല. അപ്പോൾ ഒരു ഐസ്ക്രീം ഇത് മുഴുവനായിട്ട് കഴിക്കൊന്നുമില്ല, കുറച്ചേ കഴിക്കുള്ളൂ. അതുകൊണ്ടാട്ടോ മേടിച്ചു കൊടുക്കുന്നത്. അവൾക്ക് സ്ട്രോബെറി ആട്ടോ വാങ്ങിയിട്ടുള്ളത്. ഞാനും ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം അങ്ങോട്ട് കൊണ്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അവൾക്ക് പച്ച കളർ കണ്ടപ്പോൾ അത് വേണം പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടോ. അതുകൊണ്ടാലും മുഴുവനായി കഴിക്കില്ല, അതുകൊണ്ടാണ് ഞങ്ങളിത് വാങ്ങി കൊടുക്കുന്നത് തന്നെ. കുറച്ച് കഴിച്ചിട്ട് വേഗം അത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും തരും. ഞാൻ അവളും കൂടി കഴിച്ചപ്പോൾ നമുക്കിങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ മുട്ടിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട എൻ്റെ ഐസ്ക്രീം ആർക്കും തരില്ല എന്ന് പറഞ്ഞിട്ട് അത് എടുത്തിങ്ങനെ പിടിച്ച് മാറ്റിയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ നല്ല രസമല്ലേ. മിൻറ്റുമാളിൽ ഇരുന്നവർക്ക് അറിയാം. അവിടെ ഇങ്ങനെ ഈ കസാരയൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ലൊരു രസമാട്ടോ. കുറേ പേരങ്ങനെ വന്നിരിക്കാറുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് കയറേണ്ടത് എസ്കലേറ്ററിലാണ്. അപ്പം എസ്കലേറ്ററിലും കയറ്റിയിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറിയിട്ടുണ്ട്. കുറച്ച് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. അവിടുന്ന് കുറച്ച് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ മുഴുവനായിട്ട് വാങ്ങിയിട്ടില്ല. പിന്നെ പോകുന്ന വഴിക്ക് വേറെ സൂപ്പർ മാർക്കറ്റിലും കൂടെ കയറണം. മോപ്പൊക്കെ നാശമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോപ്പും ചൂലൊക്കെ വാങ്ങണം. അവിടെ ചൂല് നല്ലതില്ല, അതുകൊണ്ട് നമ്മൾ അവിടുന്ന് മോപ്പ് മാത്രം വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് മുട്ടിലുള്ള ഹാപ്പി ഡേയ്സ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലും കൂടെ കയറിയിട്ടുണ്ട്. അവിടുന്ന് ബാക്കി സാധനങ്ങൾ എടുക്കണം. അപ്പം ഞാനും മീനും കൂടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പെറുക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ആ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ബോട്ടിലും പിന്നെ നമുക്ക് ചൂലും വാങ്ങണമായിരുന്നു. അപ്പം മേളിലേക്ക് കയറിയിട്ടുണ്ട്. പോണ വഴിക്ക് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. വീട്ടിലൊക്കെ അലങ്കരിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്കും കമൻറ്റും ചെയ്യണേ.